നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം സ്മൃതി ദിനം ആചരിച്ചു. ചൊവ്വൂർ ടീം ഗോദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പ്രായ വിഭാഗങ്ങളിലായി 50ഓളം പേർ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷൺ പക്വാഡ പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം സ്മൃതി ദിനം ആചരിച്ചു. അവണിശ്ശേരിയിലെ വസതിയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സ്മൃതി ദിനം ആചരിച്ചത്. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ വസതിയിലെ സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. NDA സംസ്ഥാന ചെയർമാൻ AN രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഓർമ്മകൾ പുതുക്കാനുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ കാലയളവ് ഒരുപാട് ജനാധിപത്യപരമായ ഇടപെടൽ നടത്തേണ്ട ഒരു കാലയളവാണ്. ഒരു കാലയളവാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും ചെറിയ ഒരു സമുദായമായ എഴുത്തച്ഛൻ സമാജത്തിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച് പല ഘട്ടങ്ങളിലും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നും ഓർമ്മിക്കുന്നൊരു പേരാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹം ഒരർത്ഥത്തിൽ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നപ്പുറത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര കാലയളവിൽ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കൈത്തറിയാണെങ്കിലും നൂൽപ്പാണെങ്കിലും സഹകരണ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ട്രേഡ് യൂണിയൻ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നാം അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് മാതൃകാപരമായ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ജനസേവനം സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ജീവിതം, അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്തുടരേണ്ടതായിട്ടുണ്ട്. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് കണാറ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, സുധീഷ് മേനോത്ത് പറമ്പിൽ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി CS സുനിൽ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TB ബബീഷ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, അംഗങ്ങളായ സനൂപ് കറുകയിൽ, KV പ്രേമൻ, ശ്രീദേവി സന്തോഷ്, നന്ദകിഷോർ, സിമ്മി പ്രദീപ്, VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ കുടുംബാംഗങ്ങൾ എന്നിവരും സ്മൃതി ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വൂർ ടീം ഗോദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പ്രായ വിഭാഗങ്ങളിലായി 50ഓളം പേർ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. ഗോദ ക്ലബിൽ നടന്ന പരിശീലന ക്യാമ്പ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം. ഒരു കാലത്ത് ഗോദ കാരുണ്യ പ്രവർത്തനത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ ഒരു ക്ലബ്ബാണ് ഗോദ.
അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വെർഷൻ, അതായത് ഗോത എന്ന് പറയുമ്പോൾ കളരിയാണ്. ആ കളരിയിൽ മറ്റൊരു കളരി, കരുക്കൾ നീക്കാനുള്ള കളരി അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ കുട്ടികളെ ഇതിനു വേണ്ടി പ്രാപ്തനാക്കുക. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കുട്ടികളൊക്കെ മൊബൈൽ യുഗത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം മൊബൈൽ ഉപയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചേർപ്പ് പഞ്ചായത്തിൽ പല ഈ സമ്മർ ക്യാമ്പുകളിൽ 3 ദിവസം നടന്ന 3-4 ക്ലബ്ബുകൾ ക്യാമ്പ് നടത്തിയിരുന്നു. ഊരകത്തും ചേർപ്പിലും ഒക്കെ പടിഞ്ഞാറ്റുമുള്ള ക്യാമ്പ് നടത്തിയിരുന്നു. 3 ദിവസം പൂർണ്ണമായിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൂർണ്ണമായിട്ട് മൊബൈലിൽ നിന്ന് വിമുക്തമായിട്ട് എല്ലാ ചെസ് അവിടെ പരിശീലിപ്പിച്ചിരുന്നു, നാടകം പരിശീലിപ്പിച്ചിരുന്നു. പിന്നെ അവരുടെ മറ്റു ഏതെല്ലാം തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിലും ഒക്കെ വികസിപ്പിച്ചിരുന്ന ഒത്തിരിയധികം ക്ലബ്ബുകൾ ഈ അവസരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രദേശത്ത് വളരെയധികം ലഹരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ പോലീസിന്റെയും എക്സൈസിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ചേർപ്പ് ബന്ധപ്പെട്ട സ്കൂളുകളുടെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും അത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നതും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് ലഹരി, ചെസ് എന്ന ലഹരി നമ്മുടെ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നേതൃത്വം നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള തൃശ്ശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഗോദ ക്ലബ്ബ് പ്രസിഡന്റ് ML സാജു അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ വിജയൻ, ചെസ് കോർഡിനേറ്റർമാരായ പ്രസാദ് സുബ്രഹ്മണ്യൻ, സഫർ ഹുസൈൻ എന്നിവർ ചെസ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷൻ പക്വാഡ പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ മിനി കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി ഒരുക്കിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമൻ കാരയിൽ, വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, വാർഡ് മെമ്പർമാരായ സിമി പ്രദീപ്, ജോയ് പയ്യപ്പള്ളി, ജീസൻ റപ്പായി, സനൂപ് കറുകയിൽ, റൂബി ജോൺ, ശ്രീദേവി സന്തോഷ്, കൃഷ്ണപ്രിയ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രാദേശികമായി ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികൾക്കുമൊപ്പം പോഷകമൂല്യമുള്ള മില്ലറ്റുകൾ, നട്ട്സ് എന്നിവ ചേർത്ത് വിവിധ തരത്തിലുള്ള പോഷകാഹാരങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ചിരുന്നു. ചേർപ്പ് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ പോഷകാഹാരങ്ങൾ പ്രദർശിപ്പിച്ച പരിപാടിക്ക് നേതൃത്വം നൽകി. ചൊവ്വൂരിൽ ഓട്ടോ ഡ്രൈവറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വൂർ ചാലിശ്ശേരി വീട്ടിൽ ജോസിന്റെ മകൻ ഷാജു ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മൃതദേഹം കണ്ടെത്തുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തൃശൂർ ടൗണിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു. മരണകാരണം എന്തെന്ന് വ്യക്തമല്ല. ജോമിയാണ് ഭാര്യ, ഗ്ലാഡ്വിൻ മകനാണ്. സംസ്കാരം ബുധനാഴ്ച ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം യാത്രക്കാരനെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിൽ ഇതോടെ 4 പ്രതികളും അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 29-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച് മൊബൈൽ ഫോണും 4500 രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ്. കുറ്റിപ്പുറം കാരടി സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ ഷമീറാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കേസിൽ പത്തനാപുരം ചവറുകുന്ന് സ്വദേശി ഷാഹി, വടവുക്കര സ്വദേശികളായ ഏറത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ്, ഷാജഹാൻ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. അറസ്റ്റിലായ പ്രതി ഷമീറിന് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ രീതിയിൽ 8ഓളം കേസുകളുണ്ട്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് സ്റ്റേഷൻ SHO കിരൺ C നായർ, SIമാരായ റെജിൻ രാജ്, അനുശ്രുതി, ASI സജീവൻ, ജയകുമാർ, CPOമാരായ അജ്മൽ, സൂരജ്, ധനേഷ്, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ CPOമാരായ ജോബിൻ, ശ്രീജിത്ത് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തീരദേശത്തെ അവയവ കച്ചവട മാഫിയക്കെതിരെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നിയുക്ത MLA KK വത്സരാജ്. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്.
കഴിഞ്ഞ ദിവസമാണ് തീരദേശത്ത് അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയതായ വിവരം തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ വെളിപ്പെടുത്തിയത്. തീരദേശത്ത് അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയതായ വിവരം അതീവ ഗൗരവത്തോടെ കാണണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് പറഞ്ഞു. തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ അവയവ മാഫിയ നടത്തുന്ന വലിയ ചൂഷണത്തെ സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഹിതേഷ് ശങ്കറിൻ്റെ വെളിപ്പെടുത്തലും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്തകളും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി ഇത്തരം മാഫിയകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടത്തെ കർശനമായി തടയാൻ നമുക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മാഫിയ പ്രവർത്തനത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പാവപ്പെട്ട മനുഷ്യരുടെ ദരിദ്രാവസ്ഥയെ ചൂഷണം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയാണ് അവയവ മാഫിയ സമ്പാദിക്കുന്നത്. അവയവ മാഫിയ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. ഇവരുടെ കൈകളിൽ കൂടുതലും അകപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണെന്നത് ആശങ്കയോടെ കാണേണ്ടതാണ്. ഗുരുതരമായ സാഹചര്യം നിലനിൽക്കെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കുറ്റക്കാരെ പിടികൂടണമെന്നും KK വത്സരാജ് ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്ത് ശക്തമായ കാറ്റിലും മഴയ്ക്കുമിടെ തെങ്ങ് വീണ് ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ച് സ്വദേശി പള്ളായി പ്രഹ്ലാദന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ പറമ്പിലെ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയത്ത് വീട്ടുകാർ വീടിനുള്ളിൽ മറ്റൊരു ഭാഗത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരിയുടെ ഭാഗമായി സംഗീത കളരി സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിലാണ് സംഗീത കളരി സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം AV സതീഷ് സംഗീത കളരി ഉദ്ഘാടനം ചെയ്തു. സംഗീത അധ്യാപിക ചന്ദ്രമതി വിദ്യാധരൻ ക്ലാസ് നയിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA കൊച്ചുമോൻ, TN അജയകുമാർ, സതീഷ് കുമാർ വിശാഖപട്ടണം, MM പ്രതാപൻ, KK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് കുമാർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രജിത മനോജ്, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഒപ്റ്റോമെട്രിസ്റ്റ് MS അതുൽ കൃഷ്ണ, കൗൺസിലർമാരായ KP വിഷ്ണു, P ആദർശ്, ശാഖാ സെക്രട്ടറി KV രമേശ്, വൈസ് പ്രസിഡന്റ് PV അനിൽ, വനിതാ സംഘം പ്രസിഡന്റ് റീന അനിൽ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് അപകടാവസ്ഥയിലായ ആൽമരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കെ കടപുഴകി വീണ് തൊഴിലാളിക്ക് പരിക്ക്. ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ക്ഷേത്രകുളത്തിനരികിലുള്ള ആൽമരം മുറിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. മരത്തിന് മുകളിലും താഴെയുമായി 4 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെയാണ് പെട്ടെന്ന് മരം ചെരിഞ്ഞു വീണത്. മരത്തിന് മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചേർപ്പ് ഹെർബർട്ട് കനാൽ സ്വദേശി താണിയത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ കണ്ണൻ എന്ന ദർശൻ നിര്യാതനായി. 38 വയസ്സായിരുന്നു. സംസ്കാരം ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,850 രൂപ, പവന് 1,18,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം സ്മൃതി ദിനം ആചരിച്ചു. ചൊവ്വൂർ ടീം ഗോദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പ്രായ വിഭാഗങ്ങളിലായി 50ഓളം പേർ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷൻ പക്വാഡ പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.